പാലക്കാട് മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും കോൺഗ്രസിന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് നഷ്ടക്കച്ചവടമാണ്. അധികാരം മോഹിയെന്ന് മുദ്രകുത്തി പോയാൽ പോകട്ടെ എന്ന് വിധി എഴുതിയ ഡോക്ടർ സരിനെ പോലെയുള്ളവരാണ് ശരിയെന്ന് തെളിഞ്ഞിരിക്കുന്നു. അവനവന്റെ പുഴുക്കുത്തുകളിൽ ഒന്ന് വീണുപോയാൽ ഇവര് തലയെണ്ണിപ്പറഞ്ഞ് കാശ് വാങ്ങിയ 2026 ഭരണത്തിന്റെ പേരിൽ ഇവിടുത്തെ മാഫിയകളിൽ നിന്ന്, ഞാൻ വെറുതെയല്ല പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് ഷാഫി പറമ്പിലിനെയും VD സതീശിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും വിളിച്ചത്, ഇവർ നടത്തിയ ഹവാല ഇടപാടുകൾ, ഇവർ നടത്തിയ റിവേഴ്സ് ഹവാല ഇടപാടുകൾ, ഇവർ നടത്തിയ മറ്റ് ധനകാര്യ ഇടപെടലുകൾ, ഇതൊക്കെ ഈ കേസിന്റെ മെറിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ പുറം ലോകത്തിലേക്ക് ചർച്ചയിലേക്ക് വരും. ആ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന സിൻഡിക്കേറ്റിലെ പ്രധാനികളായ 3 പേരുണ്ടായിരുന്നു. അതിൽ ഉച്ചിയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്ന ഒരാൾ ഒരു 6 മാസം മുന്നേ ആ കൈ പിൻവലിച്ചു. അയാളെ ഇപ്പോഴും കേരളം പ്രതിപക്ഷ നേതാവ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രൈം സിൻഡിക്കേറ്റിലെ 3 ഒരാൾ വീണിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. വീണതാണോ, വീഴ്ത്തിയതാണോ, അതോ വീണതായി അഭിനയിക്കാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളാണോ നമുക്കറിയില്ല. മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ 3 തരത്തിൽ നടപടിയെടുത്തു എന്ന മേനി നടിക്കൽ എല്ലാം പൊളിഞ്ഞടുങ്ങുന്നതാണ് പിന്നീട് കണ്ടത്. കോൺഗ്രസിനൊരു പരാതി കോൺഗ്രസ് പ്രസിഡന്റിന് KPCC പ്രസിഡന്റിന് കിട്ടിയപ്പോൾ അദ്ദേഹം അപ്പം തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു. പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിലൊന്നും, ആദ്യത്തെ കേസിൽ FIR എടുത്തപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ്. ശക്തമായ നിലപാടാണ് പാർട്ടിക്കുള്ളത്. ഇങ്ങനെ ഒരു നിലപാട് എടുത്തൊരു പാർട്ടി കേരളത്തിലുണ്ടായിട്ടില്ല. അല്ല, അത് വരുമ്പോൾ അത് ഗൗരവത്തോടു കൂടി വേറെ പാർട്ടി ചർച്ച ചെയ്യും. ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി പോലും വരാതെ ഞങ്ങൾ നടപടിയെടുത്തു. ഇക്കാര്യത്തിൽ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും, മാതൃകാപരമായ രീതി. ഇപ്പോൾ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു. ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും. ഉറപ്പായി ഒറ്റയ്ക്ക് എനിക്കോ പ്രസിഡന്റിനോ എടുക്കാൻ പറ്റില്ലല്ലോ. നേരത്തെ തീരുമാനം എടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും, ഉറപ്പായിട്ടും. ഞങ്ങളിപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, തിരിച്ചെടുത്തിട്ടില്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലില്ല. അദ്ദേഹത്തിൻ്റെ നിയമസഭാംഗത്വം റദ്ദ് ചെയ്യാൻ അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ട്. ആ കേസുകളൊന്നും അന്വേഷിച്ച് മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പേരിൽ സുവമോട്ടോ സ്വന്തം കേസെടുത്തല്ലേ, പരാതിക്കാരില്ലാതെ. ഇതിൻ്റെ അന്വേഷണം കൂടി വരട്ടെ. ഞങ്ങളേതായാലും ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. ഇപ്പോൾ ഇനി സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ തുടർ നടപടികൾ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യാം. കോൺഗ്രസ് പാർട്ടി ഇത്തരമൊരു ലീഗൽ പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അതെടുക്കേണ്ട നടപടികൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാവുന്നത് നിയമപരമായ കാര്യങ്ങളാണ്. അതിനെ തടസ്സപ്പെടുത്താനും ഞങ്ങളാരും ഇല്ല. അത് നിയമവഴിയിൽ അതിൻ്റെ കാര്യങ്ങൾ നീങ്ങട്ടെ. അദ്ദേഹത്തെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണയായിട്ട്. പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്താൽ പാർട്ടി സ്ഥാനങ്ങളിൽ ഇപ്പോൾ തൽക്കാലം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിരുന്നു ആദ്യത്തേത്. പക്ഷേ അതിനുശേഷവും കോൺഗ്രസുകാരനായി തന്നെ മാങ്കൂട്ടത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പ്രത്യേക ഇരിപ്പിടത്തിലേക്ക് മാറ്റി എന്ന് പറഞ്ഞ സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിച്ച് യുവ നേതാക്കൾക്കൊപ്പം നിയമസഭയിലും എത്തി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നത് ശരിയാണെങ്കിലും തൻ്റെ അനുയായി കൂട്ടങ്ങളെയും പദവിയിലെത്താൻ സഹായിച്ച സൈബർ ടീമിനെയും ഒപ്പം നിർത്തി നേതാക്കളെ അപഹസിക്കുന്നത് പോലും നേതൃത്വത്തിന് തടയാനായില്ല. നിങ്ങളൊരു വോയിസ് കൊടുത്തു. ആ വോയിസ് കൊടുത്ത് പിന്നീട് എൻ്റെ പാർട്ടല്ലേ, എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു. ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്കെപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശമുള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. MLA പദവി രാജിവെക്കേണ്ടത് സ്വയം തീരുമാനിക്കേണ്ടതാണെന്നും പാലക്കാട്ട് രാഹുലുമായി ഒരു സഹകരണത്തിനും ഇല്ലെന്നും പറഞ്ഞിരിക്കുമ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ പോലും മാങ്കൂട്ടം എത്തി. ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട്. നേതാക്കന്മാർ പറയുന്നത് എന്താണ്? അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. ഇതുപോലുള്ള ഇപ്പോൾ ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് പല MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടുന്ന ബാധ്യത
രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട്. അല്ല, ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മാറേണ്ടി വരുമല്ലോ. ആരും പറയാണ്ട് തന്നെ മാറേണ്ടി വരുമല്ലോ. പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളൊക്കെ ആ നിലപാട് അന്നും ഇന്നും ആവർത്തിച്ച് പറയുന്നുണ്ട്. പുറത്താക്കി അന്ന് മുതൽ രാഹുലിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ല. UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി ഇറങ്ങി. ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു. അവസാനം മുൻകൂർ ജാമ്യം കീഴ്ക്കോടതി തള്ളിയപ്പോൾ ഇന്നലെ തന്നെ പുറത്താക്കിയിരുന്നു എന്ന വികല ന്യായം എന്തിനായിരുന്നു? ആദ്യം പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങളത് പരിശോധിച്ചു. ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായൊരു തീരുമാനമെടുത്തു, സസ്പെൻഡ് ചെയ്യാം. അന്ന് ആ തീരുമാനമായിരുന്നു ശരി. രണ്ടാമതൊരു പരാതി കൂടി KPCC പ്രസിഡന്റ് വന്നു. ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു, പുറത്താക്കാൻ തീരുമാനമെടുത്തു. ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്നലെ തന്നെ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു, ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ. രാഹുലിനായി ദൃശ്യവും അദൃശ്യവുമായ കരങ്ങൾ കോൺഗ്രസിലുണ്ട്. ഷാഫി രാഹുൽ ടീം കുറഞ്ഞ സമയം കൊണ്ട് പാർട്ടിയിൽ നേടിയെടുത്തത് വൻ സ്വാധീനമാണ്. വലിയ വിഷയമാണ്. ആ പെൺകുട്ടി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെയും പെൺകുട്ടിയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ അതല്ല ഇപ്പോൾ ഒരു രാഷ്ട്രീയ ഭരണ നിശ്ചയത്തിന് അത് ബാധിക്കാൻ പാടില്ല. അത് അല്ല, അത് ഞാൻ പറയുന്നില്ല. സമയം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഇലക്ഷൻ ആയതുകൊണ്ട് നിഷേധിക്കാൻ പാടുണ്ട്. അതും നമ്മൾ പറഞ്ഞു. നമുക്ക് ഇലക്ഷന്റെ നിശ്ചയത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതിനെ ബാധിക്കാൻ പാടില്ല. ഇതൊരു നാടകമാണ്. ഇത് 3-4 മാസം മുമ്പേ സുവമോട്ടോ കേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എലക്ഷന്റെ 4 ദിവസം മുമ്പേ ഈ അറസ്റ്റിന്റെ ഒരു നാടകം ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം. ഞാൻ അതിന്റെ ഉത്തരം തരാം. ശബരിമല കൊള്ളയെന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കണം എന്നാണ് മുഖ്യമന്ത്രിൻ്റെയും ദേവസ്വം മന്ത്രി വാസവന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെ ആവശ്യം. അതുകൊണ്ടാണ് ഈ ഡ്രാമ. ഇതെല്ലാം പണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു, ചെയ്തില്ല. എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും നന്നായിട്ട് ഒരു പ്രതി എവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് അറിയാൻ കഴിയുന്ന അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നു. പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അറിയാമല്ലോ എവിടെയാണെന്നുള്ളത്. ഒളിവിൽ പോകുന്നതിനാവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണല്ലോ. അവർക്കാണ് എവിടെയാണുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുക. ആ അറിയുന്നവർ ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കലാണ്. അങ്ങനെ അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും. മുഖ്യമന്ത്രി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് സതീശൻ പറയട്ടെ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാമെന്നാണ്. അതെയോ? എന്നാ പിന്നെ എന്തിനാ ഇയാൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്? അത് മുഖ്യമന്ത്രി സ്ഥാനം കൂടെ അങ്ങോട്ട് ഏൽപ്പിച്ചോട്ടെ, അതും കൂടെ ഏൽപ്പിച്ചോട്ടെ, എന്നാൽ കണ്ടുപിടിക്കാം. അറസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടം. അല്ല, അത് നിയമത്തിൻ്റെ വഴിക്ക് കിടക്കട്ടെ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ സംസ്ഥാന DGP, കർണാടക DGPക്ക് ഒരു കത്തയക്കണം. ഇങ്ങനെ ഒരാൾ ഒളിയിൽ പോയിട്ടുണ്ട്, അവിടെ ഉണ്ടെങ്കിൽ ഈ കേരള പോലീസിന് കൈമാറണം. ഇന്ന് എന്ന കുറ്റങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? സ്വയം മലന്ന് കടന്ന് തുപ്പിയിട്ട് മുഖത്ത് മുഴുവൻ തുപ്പലായ ഒരു അങ്ങേയറ്റം നാണമില്ലാതെ നടു റോട്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് മാറിയിരിക്കും. ഞാൻ കോടതി വിധിയെ വിമർശിക്കുന്നില്ല. പക്ഷേ ഒറ്റനോട്ടത്തിൽ 15-ാം തീയതി വരെ സമയം കൊടുത്തതിൽ ഒരു നീതീകരണവും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന് താല്പര്യമില്ല എന്നുള്ളത് ഉറപ്പായിരുന്നല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിനുള്ള തിരിച്ചടിയാണ്. കയ്യെത്തും ദൂരത്ത്
മാങ്കൂട്ടം ഉണ്ടായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. ഈ ചർച്ച തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചിരുന്നു. പോലീസിന്റെ വീഴ്ചയൊന്നുമില്ല. കോടതിയിലെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരുന്നു. അതിനെ സംബന്ധിച്ച് വിധി വന്നിച്ച് 2 ദിവസമായി. അപ്പോൾ പോലീസ് വളരെ ജാഗ്രതയുള്ള കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങളുടെ ഒരു മാന്യതയും LDFന്റെ സംസ്കാരം അനുസരിച്ച് മറ്റൊരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ മുൻകൈയെടുത്ത് നടത്തിയിരിക്കുന്ന ഈ ഒളിവ് ജീവിതമുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതിലിടപെടുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. പക്ഷേ അവര് നിരീക്ഷണത്തിലാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിലും പാലക്കാട് MLA സീറ്റിലും പിൻഗാമിയെ വാഴിക്കാൻ ഷാഫിക്ക് കഴിഞ്ഞത് അതിനാലാണ്. ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച JS അഖിലിനെ തഴഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് A ഗ്രൂപ്പ് കണ്ടെത്തിയത്. രാഹുലിനെ പാർട്ടി പുറത്താക്കിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ചിത്രം പങ്കുവെച്ച് അഖിലിന്റെ വാക്കുകളിൽ നിന്ന് പലതും വായിച്ചെടുക്കാം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കിയത് തെളിയിക്കാനായില്ലെങ്കിലും നടന്നതാണെന്ന് പാർട്ടിക്കാർക്കറിയാം. പാലക്കാട് സീറ്റ് നേടിയതും ഷാഫിയുടെ സഹായത്താൽ. രാഹുലിന്റെ കാര്യത്തിൽ പറ്റിയ തെറ്റ് VD സതീശൻ തിരുത്തിയത് നല്ല കാര്യം. ഇതെല്ലാം നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നിലപാടുകൾ എടുക്കുന്നത്. ബോധ്യങ്ങളിൽ നിന്ന് നമ്മുടെ കൺവിക്ഷനാണ്. അത് എന്റെ മാത്രമല്ല, നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനമാണത്. കൺവിക്ഷനാണ്. അത് ആൾക്കൂട്ടം പറഞ്ഞാൽ മാറില്ല. കേരളം മുഴുവൻ എരമ്പി വന്നാലും, ഞാൻ പറഞ്ഞു അറബിക്കടൽ പോലെ എരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനത്തിൽ മാറില്ല. നിലപാട് അത് കുറെ കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിന് ബോധ്യം നിലപാടുകളിൽ മാറ്റം വരാൻ പാടില്ല. ആരോപണം ഉണ്ടായതു മുതൽ സതീശൻ എടുത്ത കൃത്യമായ നിലപാടിനൊപ്പം എല്ലാവരും നിന്നിരുന്നെങ്കിൽ ഇപ്പോഴത്തെ നാണക്കേടിന്റെ ഭാരം കുറയ്ക്കാമായി.